പ്രേക്ഷകർക്ക് സബ് അനിമയാണോ ഡബ് അനിമയാണോ ഇഷ്ടം? എനിക്ക് ഡബ് അനിമയാണ് ഇഷ്ടം. ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ക്യാരക്ടേഴ്സിന് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശബ്ദം നൽകുന്നതായിട്ട്. പക്ഷെ പ്രേക്ഷകർക്ക് അറിയുമ്പോൾ ഒരു ക്യാരക്ടറിന് ഏകദേശം 22ഓളം ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളാണ് ശബ്ദം നൽകിയിരിക്കുന്നത്. ഈ ക്യാരക്ടറിൻ്റെ പേരാണ് യൂക്ലിഡ് ഹെൽസൈത്ത്. ഈസ് ദിസ് എ സോംബി എന്ന വളരെ തമാശ കലർന്ന ഒരു അനിമയിലെ മെയിൻ ക്യാരക്ടറാണ് ഹെൽസൈത്ത്. ഈ പുള്ളിക്കാരി വളരെ കുറച്ച് മാത്രമേ ഈ അനിമയിൽ സംസാരിക്കാറുള്ളൂ. പക്ഷേ സംസാരിക്കുന്ന മിക്ക ഡയലോഗ്സ് എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള വോയിസ് ആക്ടേഴ്സാണ് നൽകുന്നത്. ജാപ്പനീസിൽ ഏകദേശം 22ഓളം വോയിസ് ആക്ടേഴ്സാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത്. ഈ അനിമ എന്ന് പറയുന്നത് 2 സീസണായിട്ട് ഏകദേശം 22ഓളം എപ്പിസോഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡിലും ഓരോ വോയിസ് ആക്ടറാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത്. ഇത് ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ ഏകദേശം 14ഓളം വോയിസ് ആക്ടേഴ്സാണ് ഈ ക്യാരക്ടറിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. അതിൽ സോഡ ടോൺലയിലെ ആസുനയ്ക്കും ഫെയറിറ്റയിലെ ലൂസിക്കും ഒക്കെ ശബ്ദം കൊടുത്ത വളരെ പ്രസിദ്ധമായിട്ടുള്ള റിമിലി എന്ന വോയിസ് ആക്ടറും ഈ കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൊറിയയിൽ ഒറ്റ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മാത്രമാണ് ഈ ഒരു ക്യാരക്ടറിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. കൂടുതൽ അനിമെ വിശേഷങ്ങൾക്കായി മല്ലു അനിമെ ടോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.